ഓ, എന്തൊരു മത്സരമായിരുന്നു അത്. അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരം. ഒറ്റ റണ്ണിന് ഡൽഹിക്ക് മേൽ GT വിജയം കണ്ടെത്തി. അവസാന 2 പന്തിൽ വെറും 2 റൺസ് മാത്രമാണ് ഡൽഹിക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. ഡേവിഡ് മില്ലറാണ് ഒരറ്റത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിസ്സാരമായി എടുക്കാവുന്ന ഒരു സിംഗിൾ അദ്ദേഹം ഓടിയില്ല. അപ്പുറത്തെ കുൽദീപ് യാദവ് ആയിരുന്നു. അവസാന പന്തിൽ അടിച്ചു ജയിക്കാം എന്ന തന്റെ ഓവർ കോൺഫിഡൻസ് അവിടെ വിനയായി. പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ അവസാന ഓവറിലെ അവസാന പന്ത് ഡേവിഡ് മില്ലറിന് കണക്ട് ചെയ്യാനായില്ല. ബോൾ നേരെ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറുടെ കയ്യിലേക്ക്. അപ്പോഴത്തേക്കും കുൽദീപ് യാദവും ഡേവിഡ് മില്ലറും ഓട്ടം തുടങ്ങി. എന്നാൽ കുൽദീപ് ക്രീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ബട്ട്ലർ എറിഞ്ഞ് കുത്തിത്തെറിപ്പിച്ചു. അവിശ്വസനീയമായ ജയം. ഒറ്റ റണ്ണിന് DCക്ക് മേൽ GT വിജയിച്ചെടുത്തു. അവസാന 2 ഓവറിൽ 36 റൺസ് ആയിരുന്നു ഡൽഹിക്ക് വേണ്ടിയിരുന്നത്. സിറാജ് എറിഞ്ഞ 19ാമത്തെ ഓവറിൽ 23 റൺസ് ഡൽഹി അടിച്ചെടുത്തു. അവസാന ഓവറിൽ വെറും 13 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് എടുക്കുന്നതിൽ ഡൽഹി പരാജയപ്പെട്ടു. നേരത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത GT ശുഭ്മാൻ ഗില്ലിന്റെ മിന്നുന്ന പ്രകടനത്തിന്റെ പിൻബലത്തിൽ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 210 എന്ന കൂറ്റൻ സ്കോറാണ് നേടിയത്. സായ് സൂറച്ചനും ഗില്ലും ചേർന്നായിരുന്നു ഓപ്പൺ ചെയ്തത്. സായ് 7 പന്തിൽ 12 റണ്ണോടെ മടങ്ങിയപ്പോൾ ശുഭ്മാൻ ഗില്ല് മിന്നുന്ന ഫോമിലായിരുന്നു ഈ മത്സരത്തിൽ. 45 പന്തിൽ അദ്ദേഹം 70 റൺസ് എടുത്തു. 5 സിക്സും 4 ഫോറുമാണ് അടിച്ചത്. ജോസ് ബട്ട്ലർ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. 27 പന്തിൽ 52 റൺസ് നേടി. 5 സിക്സും 3 ഫോറും അതിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് വന്ന വാഷിംഗ്ടൺ സുന്ദർ തകർത്തടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 32 പന്തിൽ 55 റൺസോടെ അദ്ദേഹം IPL തന്റെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി നേടി. 2 സിക്സും 6 ഫോറും ആ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. ഗ്ലെൻ ഫിലിപ്സ് 9 പന്തിൽ 14 റൺസോടെയും രാഹുൽ തെവാത്തിയ 1 റണ്ണോടെയും പുറത്താകാൻ നിന്നു. മുകേഷ് കുമാർ 2, ലുങ്കി എങ്കിഡി 1, കുൽദീപ് യാദവ് 1 എന്നിങ്ങനെയായിരുന്നു ഡൽഹി ബൗളർമാർ നേടിയ വിക്കറ്റുകൾ. പിന്നീട് ഡൽഹിയുടെ ബാറ്റിംഗിൽ പതും നിസംഗയും KL രാഹുലും നന്നായിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഓപ്പണിംഗ് വിക്കറ്റിൽ അവർ 8.1 ഓവറിൽ 76 റൺസ് കൂട്ടിച്ചേർത്തിരുന്നു. 24 പന്തിൽ 41 റണ്ണോടെ പതും നിസംഗ മടങ്ങി. എന്നാൽ KL രാഹുലിന്റെ ഇന്നിംഗ്സ് ആണ് ഡൽഹിക്ക് ജീവനായത്. 52 പന്തിൽ അദ്ദേഹം 92 റൺസ് അടിച്ചു കൂട്ടി. 4 പടുകുറ്റൻ സിക്സുകളും 11 ഫോറുകളും അടങ്ങുന്ന അടിപൊളി ഇന്നിംഗ്സ്. നിതീഷ് റാണ പെട്ടെന്ന് തന്നെ മടങ്ങി. 6 പന്തിൽ 5 റൺസ്. പിന്നീട് സമീർ റസി വന്നു. കഴിഞ്ഞ 2 കളിയിലും മാൻ ഓഫ് ദി മാച്ച് ആയ അദ്ദേഹം നേരിട്ട ആദ്യ പന്തിൽ തന്നെ മടങ്ങി. ഗോൾഡൻ ഡക്ക്. റാഷിദ് ഖാൻ വിക്കറ്റ്. അക്സർ പട്ടേൽ 3 പന്തിൽ 2, ട്രിസ്റ്റൻ സ്റ്റംസ് 6 പന്തിൽ 12 എന്നിവരും പെട്ടെന്ന് മടങ്ങിയപ്പോൾ ഡേവിഡ് മില്ലർ വന്ന് അടിച്ച് തകർക്കുകയായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം പരിക്ക് പറ്റി പുറത്തുപോയി. പിന്നീട് തിരിച്ചു വന്നാണ് തന്റെ ഇന്നിംഗ്സ് തുടർന്നത്. 20 പന്തിൽ അദ്ദേഹം 41 റൺസോടെ പുറത്താകാതെ നിൽക്കുകയായിരുന്നു. 3 സിക്സും 3 ഫോറും അടങ്ങുന്ന കിഡിലൻ ഇന്നിംഗ്സ്. വിപ്രാജ് നിഗം 7 പന്തിൽ 12 റൺസ് എടുത്തപ്പോൾ കുൽദീപ് യാദവ് 1 റണ്ണോടെ അവസാന പന്തിൽ റണ്ണൌട്ടായി. റാഷിദ് ഖാൻ 4 ഓവറിൽ 17 റൺസിന് 3 വിക്കറ്റോടെ മികച്ച ബൌളിംഗ് പ്രകടനം പുറത്തെടുത്തു. പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സിറാജിനാണ് 1 വിക്കറ്റ് ലഭിച്ചത്. അങ്ങനെ 20 ഓവറും അവസാനിക്കുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എടുക്കാൻ മാത്രമേ ഡൽഹിക്കായുള്ളൂ. 1 റണ്ണിന്റെ ത്രസിപ്പിക്കുന്ന വിജയം ഗുജറാത്ത് നേടിയെടുത്തു.